എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അഗ്നിശമനം എങ്ങനെ നടപ്പാക്കാമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും അഗ്നിശമനത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കുക, സംഘത്തിന്റെ നേതാവായി, അഗ്നിശമന സംഘത്തിലെ അംഗമായി. 2. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പൊതു നടപടിക്രമം. 3. തീ കെടുത്തുക. ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. 1. വിവിധ തരം അഗ്നിശമന ഉപകരണങ്ങൾ, ഒരെണ്ണം വീതം. നടപടിക്രമം. ടാസ്ക് 1. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പൊതു നടപടിക്രമം. ഘട്ടം 1. ഒരു അലാറം മുഴക്കുക. തീ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരു അലാറം സിഗ്നൽ നൽകുന്നതിന് ചുവടെ എഴുതിയിരിക്കുന്ന രീതി പിന്തുടരുക. 1. ശബ്ദം ഉയർത്തി തീ എന്ന് വിളിച്ചുകൊണ്ട്. തീ മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. 2. ഫയർ അലാറം അല്ലെങ്കിൽ ബെൽ, അത് പ്രവർത്തനക്ഷമമാക്കാൻ നേരെ ഓടുന്നു. ഘട്ടം 2. അലാറം സിഗ്നൽ ലഭിക്കുമ്പോൾ 1. ജോലി നിർത്തുക. 2. എല്ലാ മെഷീനറികളും പവറും ഓഫ് ചെയ്യുക. 3. ഫാനുകൾ, എയർ സർക്കുലേറ്ററുകൾ, എക്സോസ്റ്റ് ഫാനുകൾ ഓഫ് ചെയ്യുക. മെയിൻ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഘട്ടം 3. തീ അണയ്ക്കുന്നതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ 1. എമർജൻസി എക്സിറ്റ് ഉപയോഗിച്ച് ശാന്തമായി പുറപ്പെടുക. 2. പരിസരം ഒഴിപ്പിക്കുക. 3. മറ്റുള്ളവരോടൊപ്പം സുരക്ഷിതമായ സ്ഥലത്ത് ഒത്തുകൂടുക. 4. തീപിടുത്തത്തെക്കുറിച്ച് ആരെങ്കിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. 5. വാതിലുകളും ജനലുകളും അടയ്ക്കുക, എന്നാൽ പൂട്ടുകയോ ബോൾട്ട് ചെയ്യുകയോ ചെയ്യരുത്. ഘട്ടം 4. നിങ്ങൾ അഗ്നിശമന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1. തീയെ ചെറുക്കുന്നതിനുള്ള ഒരു സംഘടിത മാർഗത്തിനായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ 1. നിങ്ങൾക്ക് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക, അനുസരിക്കുക, കുടുങ്ങിപ്പോകാൻ സാധ്യതയില്ല. നിർദ്ദേശങ്ങൾ നൽകിയാൽ 1. തീയുടെ ക്ലാസ് വിലയിരുത്തുക. 2. മതിയായ സഹായത്തിനായി അയക്കുകയും അഗ്നിശമന സേനയെ അറിയിക്കുകയും ചെയ്യുക. 3. തീ അണയ്ക്കാൻ പ്രാദേശികമായി ലഭ്യമായ അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുക. 4. തീയുടെ വ്യാപ്തി വിലയിരുത്തുക. എമർജൻസി എക്സിറ്റ് പാതകളിൽ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുക. സ്ഫോടനാത്മകമായ വസ്തുക്കൾ നീക്കം ചെയ്യുക. തീപിടുത്തത്തിന് സമീപമുള്ള, തീപിടുത്തത്തിന് തയ്യാറായ, ഇന്ധനമായി വർത്തിക്കുന്ന വസ്തുക്കൾ. 5. ഓരോ പ്രവർത്തനത്തിനും ഉത്തരവാദിയായ വ്യക്തിയെ നാമകരണം ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള സഹായത്തോടെ തീ അണയ്ക്കുക. 6. തീപിടുത്തവും തീ അണയ്ക്കാൻ സ്വീകരിച്ച നടപടികളും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ചെറുതാണെങ്കിലും എല്ലാ തീപിടുത്തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ സഹായിക്കുന്നു. സമാനമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ചെറിയ തീ കെടുത്തുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പോർട്ടബിൾ ഉപകരണമാണ് അഗ്നിശമന ഉപകരണം. തീപിടുത്തം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അടിച്ചമർത്തുക, അത് പടരുന്നത് തടയുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. വീടുകൾ, ജോലിസ്ഥലങ്ങൾ, വാഹനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവയിലെ അവശ്യ സുരക്ഷാ ഉപകരണങ്ങളാണ് അഗ്നിശമന ഉപകരണങ്ങൾ. തീ കെടുത്തുന്ന അഗ്നിശമന ഉപകരണത്തിനുള്ളിലെ പദാർത്ഥമാണ് കെടുത്തുന്ന ഏജന്റ്. വ്യത്യസ്ത തരം തീപിടുത്തങ്ങൾക്കായി വ്യത്യസ്ത ഏജന്റുകൾ ഉപയോഗിക്കുന്നു. വെള്ളം, ഡ്രൈ കെമിക്കൽ പൊടികൾ, കാർബൺ ഡയോക്സൈഡ്, CO2, നുര എന്നിവ ഉൾപ്പെടുന്നു. ടാസ്ക് 2. തീ കെടുത്തുക. ഘട്ടം 1. തീ നിരീക്ഷിക്കുമ്പോൾ തീ തീ എന്ന് വിളിച്ചുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കുക. ഘട്ടം 2. അഗ്നിശമന സേനയെ അറിയിക്കുക, അല്ലെങ്കിൽ തുറന്ന അടിയന്തരാവസ്ഥ നിലവിലുണ്ടെന്ന് അറിയിച്ച് അവരോട് പോകാൻ ആവശ്യപ്പെടുക. ഘട്ടം 3. വൈദ്യുതി വിതരണം നിർത്തുക. ആളുകളെ തീയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കരുത്. സ്റ്റെപ്പ് 4. അവലോകനം ചെയ്യുകയും തീയുടെ തരത്തെ തിരിച്ചറിയുകയും ചെയ്യുക. 1. ക്ലാസ് എ: മരം, പേപ്പർ, തുണി, സോളിഡ് മെറ്റീരിയൽ. 2. ക്ലാസ് ബി: എണ്ണ അടിസ്ഥാനമാക്കിയുള്ള തീ,
ഗ്രീസ്, ഗ്യാസോലിൻ ഓയിൽ, ദ്രവീകരിക്കാവുന്ന ഖരവസ്തുക്കൾ. 3. ക്ലാസ് സി, വാതകവും ദ്രവീകൃത വാതകങ്ങളും. 4. ക്ലാസ് ഡി, ലോഹങ്ങളുടെയും വൈദ്യുത ഉപകരണങ്ങളുടെയും ചുമതല. ഘട്ടം 5, തീ ബി തരം ആണെന്ന് കരുതുക. ഘട്ടം 6, CO2, കാർബൺ ഡൈ ഓക്സൈഡ്, തീ കെടുത്തുന്ന ഉപകരണം തിരഞ്ഞെടുക്കുക. ഘട്ടം 7, CO2, കാർബൺ ഡൈ ഓക്സൈഡ്, അഗ്നിശമന ഉപകരണം കണ്ടെത്തി അത് എടുക്കുക. അതിന്റെ കാലഹരണ തീയതി പരിശോധിക്കുക. ഘട്ടം 8, സീൽ പൊട്ടിക്കുക. ഘട്ടം 9, ഹാൻഡിലിൽ നിന്ന് സുരക്ഷാ പിൻ വലിക്കുക. പിൻ കെടുത്തുന്ന ഉപകരണത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഘട്ടം 10, തീയുടെ അടിഭാഗത്ത് എക്സ്റ്റിംഗ്വിഷർ നോസിലോ ഓസോ ലക്ഷ്യമിടുക. ഇത് ഇന്ധന തീയുടെ ഉറവിടം നീക്കം ചെയ്യും. സ്വയം താഴ്ത്തുക. റീക്യാപ്പ്: ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയെന്ന്. 1. അഗ്നിശമനത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കുക, സംഘത്തിന്റെ നേതാവായി, അഗ്നിശമന സംഘത്തിലെ അംഗമായി. 2. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പൊതു നടപടിക്രമം. 3. തീ കെടുത്തുക.